അപ്പൊ നമ്മുടെ ആദ്യത്തെ പാർട്ടിസിപ്പന്റ് മനോജിനെ വിളിക്കാം. മനോജ്, പ്ലീസ് കം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ഡേവിഡ് സാർ, വിശിഷ്ടാതിരായിരിക്കുന്ന മേനക മാം, പാർവതി മാം, ഞങ്ങളുടെ മറ്റൊരു മുഖ്യാതിഥിയായിരിക്കുന്ന ശ്വേത മാം, പ്രിയപ്പെട്ട ഡയറക്ടർ സതീഷ് സാർ, കേരളം മുഴുവൻ തളം കെട്ടി നിൽക്കുന്ന ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ഓരോ കുടുംബങ്ങളും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഈ ദുഃഖം നിറഞ്ഞ വേളയിൽ വെറുതെ അല്ല ഭാര്യയിലെ എലിമിനേഷൻ റൗണ്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളു. Very bad, Manoj. Thank you so much. Behave yourself. ദുഃഖം കൂടി ഇരിക്കാൻ വേണം, ദുഃഖം മറക്കാൻ വേണ്ടി ഒരു കാര്യമല്ലേ. ഓക്കെ, എന്തായാലും അതിന് നമുക്ക് മനോജിന്റെ ഏവി കാണാം. ആദ്യം നമ്മൾ ടി വിയിൽ കേട്ടതുപോലെ സൂസൻ പറഞ്ഞതുപോലെ ഒരു പാവം സ്വഭാവം ഉണ്ട്. പാവം സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ പോലെ തോന്നുന്നുണ്ട്. അവനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോഴാണ് അവനുണ്ടായത്. അപ്പോൾ അതിൻ്റെതായ എൻ്റെ ഡിസിപ്ലിൻ കുറച്ചുകൂടെ അവന് വേണം. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. സാധാരണ കുട്ടികളെ പോലെ അല്ല, ഒരു വ്യത്യസ്തനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാദർ എന്ന നിലയ്ക്ക് ഞാൻ അവനിൽ എനിക്ക് തൃപ്തിയുണ്ട്. കല്യാണം ഒരു അറേഞ്ച്ഡ് മാരേജാ. ലവ് അഫെയർ ഒരിക്കലും എനിക്ക് തോന്നുന്നു ആരെയും അവൻ സ്നേഹിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കോളേജിൽ പഠിച്ചപ്പോഴാണ് അങ്ങനെ ഒരു അഫെയറും ഞാൻ കേട്ടിട്ടില്ല. വെറുതെ അല്ല ഭാര്യയിലൂടെ മനോജിന് ഫ്ലാറ്റ് കിട്ടിയാൽ അതിലേക്ക് ആദ്യം വിളിക്കാൻ പോകുന്ന ഏത് ഫാമിലിനെയാണ്? ആദ്യം വിളിക്കാൻ പോകുന്നത് എനിക്ക് പല തവണ ഒത്തിരി സപ്പോർട്ട് നൽകിയിട്ടുള്ള ജോഷിച്ചാനെയാണ്. ജോഷിച്ചാൻ. ഓക്കേ. മനോജ്, ഓൾ ടു യു. എവിടെ പോയാലും ഉദ്ഘാടകനാകണം എന്ന് തോന്നാറുണ്ട്? ഇല്ലില്ല, പ്രത്യേകിച്ച് ഇന്ന് ഒരു പ്രത്യേക എലിമിനേഷൻ റൗണ്ടല്ലേ, അപ്പൊ അതൊന്ന് വ്യത്യസ്തമായ രീതി ഉദ്ഘാടനം ചെയ്തേക്കെന്ന് കരുതി. എല്ലായിടത്തും ഉദ്ഘാടനം ചെയ്യാറില്ല. പിന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് മോൺഫോർട്ട് സ്കൂളിൽ ചിന്നക്കനാൽ ഞങ്ങളെ ഉദ്ഘാടനം വിളിച്ചത്. അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യാൻ തോന്നിപ്പോയി. ആദ്യം പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഉദ്ഘാടനം അല്ല അത്. അല്ലല്ല, ഒരു വെറൈറ്റി. മനോജ് ഇങ്ങനെ ഈ എലിമിനേഷൻ റൗണ്ടിൽ എത്തിയേ? എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്നാലും കാരണം എന്റെ ഫാദറും കുടുംബം ഞങ്ങൾ വളരെ സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമാണ്, സമാധാനത്തോടെ കഴിയുന്ന കുടുംബമാണ്. അങ്ങനെ കുടുംബത്തിൽ ഐക്യമൊക്കെ ഉണ്ട്. അതൊരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിന് ഇവിടെ നിൽക്കാൻ സാധ്യത ഇല്ലാത്തതായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് അറിഞ്ഞൂടെ എന്താ സംഭവിച്ചതെന്ന്. എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അമ്മ പറയുന്നത് കേട്ടല്ലോ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അല്ല, അങ്ങനെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടില്ല. കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടില്ല. മനോജ് വർത്തമാനം പറയുന്നത് കൂടി അല്ലേ? വെറുതെ അല്ല ഭാര്യയിൽ വന്നതിന് ശേഷം വേറെ എന്തെല്ലാം മാറ്റം സംഭവിച്ചു വേഷവിധാനത്തിൽ? ഇതിപ്പം ബുൾഗാൻ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിലൊക്കെ ചെപ്പി കഴിഞ്ഞ തവണയൊക്കെ കോവളം ബീച്ചിൽ ചെന്നപ്പോ നാട്ടിൻപുറത്ത്, പക്ഷേ കോവളത്ത് ചെന്നപ്പോ അവിടെ സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളുടെ ടൂർ പോയതായിരുന്നു. കുറെ അധികം സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വരും, ഞങ്ങളെ തിരിച്ചറിയുകയും ഞങ്ങളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. അപ്പൊ അവരെല്ലാം തന്നെ ഈ പ്രോഗ്രാമിൽ നല്ല അഭിപ്രായം പറഞ്ഞു, നല്ലൊരു ഗ്രീറ്റിംഗ്സ്. പ്രത്യേകിച്ച് അവരെല്ലാം തന്നെ ശേതാജിയുടെ ഒത്തിരി ഗ്രീറ്റിംഗ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചേറെ ഷെയ്ക്കാൻ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത കൊടുക്കുന്നു. അത് ഒരു അവസരം വിടരുത് കേട്ടോ. അത് മാത്രം. പിന്നെ അത് സണ്ണിച്ചാൻ ഒന്ന് കൊടുത്തു പോയതുകൊണ്ട് ഇനി അറിഞ്ഞുകൂടെ എങ്ങനെയാന്നുള്ളത്. ശരി, അപ്പൊ എലിമിനേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എല്ലാം അവിടത്തെ ഇവരോ എന്നെ കൈവിട്ടു. കാരണം ഒരു 2 or 3 മാർക്ക് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. മീൻ വാങ്ങുന്നതിനകത്ത് ബാർഗെയിൻ ചെയ്യാനായിട്ട് ഒരല്പ പ്രശ്നം വന്നു. പക്ഷേ ടാസ്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അവിടെയും കിട്ടി കുറച്ച് മാർക്ക് കുറവ്. ഏതായാലും സങ്കടമുണ്ടാകാവുന്ന സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് താങ്കളെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല. താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. എന്തായിരിക്കും താങ്കളുടെ റിയാക്ഷൻ? എന്തായിരിക്കും? എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇട്ട മാർക്ക് കുറപ്പിക്കോ? ഞാൻ പ്രതീക്ഷിച്ചു കേട്ടത്. അത് ഇതുവരെ വന്നില്ല, ഇത്തിരി ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. ഞാൻ ഇത്തിരി ലേറ്റ് ആയിരുന്നല്ലോ, അത് പ്രതീക്ഷിച്ചു. മനോജ് ഇല്ലില്ല. അപ്പൊ ഏതായാലും കരയാനുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടും. ഞാൻ പ്രതീക്ഷിച്ചു കേട്ടത്. അത് ഇതുവരെ വന്നില്ല, ഇത്തിരി ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. ഞാൻ ഇത്തിരി ലേറ്റ് ആയിരുന്നല്ലോ, അത് പ്രതീക്ഷിച്ചു. മനോജ് ഇല്ലില്ല. അപ്പൊ ഏതായാലും കരയാനുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടും. കെട്ടിപ്പിടിച്ചു അടി. എന്തായാലും ആ എലിമിനേറ്റ് ആയി എന്നുള്ള ആക്ഷൻ കൊള്ളാം. അത് വെച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും നോക്കട്ടെ. പരിഗണിക്കണം. ആ ആക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ശ്വേതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല.
ചേട്ടൻ ഹസ്ബൻഡ് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ചേട്ടാജിക്ക് കുഴപ്പമില്ല. കാരണം ഞങ്ങളെ സഹോദരങ്ങളെ പോലെയാ. ഇത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ച് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ശ്വേതയെ വിട്ട് പോകുന്നതാണ് വിഷമം. അല്ലല്ല, അത് എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും കൂടെ വിട്ടു പോകുന്ന വലിയ പ്രശ്നം തന്നെയാണ്. എനിക്ക് എക്സ്പ്രഷൻ കണ്ടിട്ട് ശ്വേത വിട്ട് പോകുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോ ഇവിടെ പിടിക്കാനല്ല പറ്റുള്ളൂ. സത്യത്തിൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലായത് സഭ ശരിക്കും രക്ഷപ്പെട്ടു എന്ന്. ഓക്കെ, അതുകൊണ്ട് സോ മനോജ് കാത്തിരിക്കാം, വിളിക്കാം. താങ്ക് യു ഫിലിപ്പ്. വെരി സൂൺ. Are you sure? Yes, very much. All the 5 participants, please come. അപ്പോ ജഡ്ജ്മെന്റ് റെഡി അല്ലേ? Ready. ജഡ്ജ്മെന്റ് റെഡിയാണ്. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ 3 പേരും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും പറയാൻ ഉള്ള കാര്യമുണ്ട്. അതായത് വളരെ ടഫായിരുന്നു കോമ്പറ്റീഷൻ. ഓരോരുത്തരും ഓരോ നിലയ്ക്ക് വളരെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരു ഹാഫ് മാർക്കിനോ എന്താ പറയാ 0.25 അത്രയും ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. വളരെ മൈന്യൂട്ടായിട്ട് എന്ന് വെച്ചാൽ ആരും ഒഴിവാക്കാൻ പറ്റുന്ന ആരും മോശമല്ല, ആരും ആരെക്കാളും മോശമല്ല എന്ന് മാത്രമല്ല, ഇവർക്കെല്ലാം തന്നെ വ്യക്തമായ ഓരോ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. Okay, so ആദ്യം ഞാൻ ഒരു സേഫ് പാർട്ടിസിപ്പന്റിനെ വിളിക്കാൻ പോണത്. സോ Manoj and Susan, you're safe. ഏത് കണ്ടസ്റ്റന്റ് പോയാലും അവരോടുള്ള ആ ഒരു ബന്ധത്തിൽ നമുക്ക് അതൊരു ശരിക്കും വിഷമം തന്നെയാണ്. അത് ഓരോ കണ്ടസ്റ്റന്റും അത് ഈ ഷോയ്ക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പ്രജില, രജനി, ഈ ഫാമിലിയെ സംബന്ധിച്ചാണെങ്കിൽ അവര് പ്രജിലയുടെ ജഡ്ജ്മെന്റ് ആയാലും രജനിയുടെ ഡാൻസിങ് ആയാലും എല്ലാം എന്തുകൊണ്ടും അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒന്നാണ്. തീർച്ചയായും ഞങ്ങൾക്ക് ഭയങ്കര ഒരു മിസ്സിംഗ് ആണിത്. തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത് തീർച്ചയായിട്ടും So എന്തായാലും I think all of you should come and say from me to both of you, love you, both of you, all the best. I will.